ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു അംബ്രല കട്ടിങ് പാൻറ്റാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഫസ്റ്റ്. അപ്പോൾ ഇത് നാലായിട്ട്, അതായത് രണ്ടായിട്ട് ഫസ്റ്റ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ക്രോസായിട്ട് മടക്കി വെച്ചതാണ് ഇത് കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ അരവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് അരവണ്ണം ബൈ 4 + 1 അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അതായത് ഹിപ്പിൻ്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവിലാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിൽ അതേ അളവിൽ നമ്മളൊന്ന് സ്ട്രൈറ്റ് ലൈനായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് അളവ് ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അരവണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി താഴോട്ട് നമുക്ക് ക്രോച്ച് ഏരിയ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ എത്രയാണോ അരവണ്ണത്തിൻ്റെ അവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴേക്ക് കൊടുത്താൽ മതി. ലൂസ് വേണ്ടവർക്ക് അതിൽ കൂടുതൽ കൊടുക്കാം. 1.5 ഇഞ്ച് മുകളിലോട്ട് വരും, അത് ഓർമ്മ വേണം. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴോട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് കൊടുത്തിട്ട് 2 ഇഞ്ച് ഈ സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. നമ്മൾ സാധാ പാൻറ്റിന് കൊടുക്കുന്ന പോലെ തന്നെ. ഓക്കെ. ഇനി ഇവിടെ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ. 2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ക്രോച്ച് ഏരിയയിൽ നമ്മൾ അവിടെ ഒരു കർവ് കൊടുക്കണം. സാധാ നമ്മൾ പാൻറ്റ് തയ്ക്കുന്ന കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന രീതിക്കാണ് മാറ്റം വരുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ നടുമടക്കുക, എന്നിട്ട് ക്രോസ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇത് നമുക്ക് ലൈനിങ് ആണ്. ഇപ്പോൾ ലൈനിങ് നമ്മൾ എത്രയാണോ ലെങ്ത്ത് നമുക്ക് വേണ്ടത് അതിൽ നിന്നും ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ നമ്മളതിൻ്റെ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് അത്രയും കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒരു 36 ഇഞ്ച് 33 ഇഞ്ച് അഡൾട്ടിന്, കുട്ടികൾക്ക് 30 ഇഞ്ച് 29 26 ആ ഒരു ലെങ്ത്തിൽ അങ്ങനെ മതി. അപ്പോൾ നമ്മുടെ സാധാ അഡൾട്ടിന് നമുക്കൊരു 36 ഇഞ്ച് മതി കേട്ടോ. അത് കറക്റ്റായിരിക്കും. ലൈനിങ് പീസ് ആകുമ്പോൾ 36 കറക്റ്റ് കൊടുക്കൊന്നും വേണ്ട, 33 കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അത്രയും വേണ്ട, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അത്രയും വലുപ്പത്തിലല്ല ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കുറച്ച് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വേറൊരു ട്രിക്കാണ്. നമ്മൾ താഴെ ഇങ്ങനെ മുകളിൽ നിന്ന് നമുക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതായത് നമ്മൾ ആ റൗണ്ട് കൊടുക്കുന്നത് മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലെങ്ത്ത് ഒരുപോലെ നമുക്ക് അത് കിട്ടും. അതല്ലെങ്കിൽ അവിടെ പൊന്തിയിട്ടും താന്നിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്രോച്ച് ഏരിയൻ്റെ അവിടെ നിന്ന് താഴോട്ട് അംബ്രല ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് എത്ര ഫ്ലെയർ വേണോ അത്രയുമാണ് കേട്ടോ എടുക്കേണ്ടത്. ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്ക് എത്ര ഫ്ലെയർ ആണോ വേണ്ടത് അത്രയുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. ഇപ്പം നമുക്ക് അടയാളപ്പെടുത്തുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് പീസിൽ അടയാളപ്പെടുത്തൽ കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോച്ച് ഏരിയയിൽ ഒരു കർവ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കത് ചെയ്തിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളത് കട്ട് ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മടക്കുന്നത് നോക്കിക്കോളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ് പീസും മടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 പീസ് എടുത്തിട്ട് അത് ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്.
ക്രോസ് പീസ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ, ക്രോസ് ആയിട്ടാണ് മടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് മുകളിൽ വെച്ച് ലൈനിങ് വെച്ചിട്ട് ആ ലൈനിങ്ങിനേക്കാളും ഒരു ഇഞ്ചോ 2 ഇഞ്ചോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലെങ്ത്തിൽ കൂട്ടി കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് തയ്ക്കാൻ വേണ്ടത് മുകളിൽ അലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സ്ട്രിപ്പാണ്. അപ്പോൾ അതിന് 4.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വിടുത്തിൽ നമുക്ക് എത്രയോ നീളത്തിലാണോ അരവണ്ണം കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇതിൽ കൊടുക്കുക. പിന്നെ ലൈനിങ് പീസ് ഉള്ളത് കൊണ്ട് തന്നെ ലൈനിങ്ങും വെട്ടണം, നല്ല തുണിയും വെട്ടണം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൽ വെട്ടിയിട്ട് നമ്മൾ നല്ല തുണിയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി കറക്റ്റായിട്ട് അത് വെട്ടി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ പീസ് ഉണ്ടല്ലോ, നമ്മൾ പാൻറ്റിന് കട്ട് ചെയ്തിട്ടുള്ള പീസ് ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒപ്പം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് അങ്ങും ഇങ്ങും പോവാതെ അങ്ങനെ നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് നമ്മൾ ബാക്ക് പീസും മുൻ പീസും, അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒപ്പം വെച്ചിട്ട് അത് തയ്ക്കുകയാണ് ചെയ്യണത്. നമ്മുടെ സാധാ പാൻറ് അടിക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യണത്. ഇപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രിപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് ഭാഗം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ട്രിപ്പിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചിൽ മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അലാസ്റ്റിക് കൊടുക്കുമ്പോൾ 2 അടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുക്കണത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ചുളിവ് മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞ് ആ തല്ല് തുമ്പ്. ഇത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പ്രാവശ്യം കൂടി കാണിക്കുന്നു എന്ന് മാത്രം കാണാത്തവർക്കായിട്ട്. ഇനി നമുക്ക് നേരിട്ടൊന്നും ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം മടക്കി വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് അങ്ങ് ചെയ്ത് പോകരുത്. ഒരു ഇഞ്ചിലോ 2 ഇഞ്ചിലോ വിട്ടിട്ട് നിർത്തി വെച്ചിട്ട് വേണം നിർത്തി വെക്കണം കേട്ടോ. അതായത് നമുക്ക് അലാസ്റ്റിക് അതിനുള്ളിലോട്ട് കടത്തി വിടണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോള് മാത്രം വിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ ഹോളിലൂടെ എന്നിട്ട് അലാസ്റ്റിക് കടത്തി വിട്ട് നമ്മൾ എന്ത് ചെയ്തു, അലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ജോയിൻ ചെയ്തിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ താഴെ ഒന്ന് മടക്കി കൊടുക്കണം. ഇത് ലൈനിങ് ആണ് കേട്ടോ താഴെ മടക്കി കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല പീസും ഒന്നെങ്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഒരു പീക്കോ ചെയ്ത് കൊടുത്താൽ താഴെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. അതല്ലെങ്കിൽ മടക്കി തയ്ച്ചാൽ മതി കേട്ടോ. ഈ ഒരു മെഷീൻ ഇല്ലെങ്കിൽ മടക്കി തയ്ച്ചാൽ മതി, യാതൊരുവിധ പ്രശ്നവുമില്ല, മടക്കി തയ്ച്ചാലും മതി. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ് നമ്മുടെ പാൻറ്റ് ചെയ്യണത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അംബ്രല്ല കട്ടിങ് പാൻറ്റ്. പിന്നെ ഇത് പീക്കോ ചെയ്യുമ്പോൾ നമ്മൾ ഈ മെഷീനിൽ ഈ ഒരു കാര്യമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.
ഫൂട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു മടങ്ങിക്കൊണ്ടുള്ള ആ ഒരു ഫൂട്ടാണ് പീക്കോ ചെയ്യണത് നമ്മൾ യൂസ് ചെയ്യണത്. ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു. താങ്ക്